ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായ അവലും നേന്ത്രപ്പഴവും കൊണ്ട് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പം 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. 200 ഗ്രാം അവൽ, ചുമന്ന അവൽ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ക്രിസ്പി ആവണം. ഇപ്പോൾ ചുമന്ന അവലില്ലാന്നുണ്ടെങ്കിൽ വെള്ള അവലെടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇച്ചിരി ഒന്ന് പൊടിക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരണം. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ അതേ പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ചൂടാകുമ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ ഈ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച് പോരാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്ത് വരാം. ഇത്രയും മതി, പെട്ടെന്നാവും. ഒരുപാട് ബ്രൗൺ ആക്കരുത്. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത് കറുപ്പും വെളുപ്പും. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. കറുപ്പുണ്ടെങ്കിൽ കറുപ്പെടുക്കാം. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലോട്ട് ഈ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം, അതായത് പാകത്തിന് പഴുത്തത്. ഒട്ടും പഴുക്കാതെ ഇരിക്കരുത്, എന്നാൽ ഓവറായിട്ടങ്ങ് പഴുക്കുകയും ചെയ്യരുത്. ഞാൻ വലിയ 3 എണ്ണം എടുത്തേക്കുന്നത്, നല്ല വലിപ്പമുള്ള 3 ഏത്തപ്പഴം. അത് 4ആയിട്ട് കീറിയിട്ട് ഈ ഒരു സൈസിൽ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ആദ്യം ഒന്ന് നല്ലതായിട്ട് ഇളക്കിയിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. അത് നെയ്യിൽ നമ്മളിത് വാട്ടുമ്പോൾ ഏത്തപ്പഴം ഉടഞ്ഞു പോകരുത്, ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ പരുവത്തിൽ പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ. കൂടുതൽ പഴുത്താണെങ്കിൽ നമ്മൾ നെയ്യിലിട്ട് വഴറ്റുമ്പം ഉടഞ്ഞു പോകും. പാകത്തിന് പഴുത്തായിരിക്കണം, ഇല്ലെങ്കിൽ മധുരം കാണത്തില്ല. ഒട്ടും പഴുത്തില്ലെങ്കിൽ ഒരു പുളിപ്പ് ടേസ്റ്റ് വരും. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഏത്തപ്പഴമൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. നിറമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറൊക്കെ. അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇനി അതേ പാനിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 കപ്പ് തേങ്ങ. ഈ തേങ്ങ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങുമല്ലോ, അത്രയും മതി. 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം, മീഡിയം ഫ്ലെയിമിലൊക്കെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഈ അവൽ വറുത്ത് വെച്ചില്ലേ, ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അത് തിളപ്പിച്ചരച്ച വെള്ളമാണെങ്കിൽ നല്ലത്. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമ്മൾ ചേർക്കുവാണെങ്കിൽ അവൽ സോഫ്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാനൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് വേണമെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമെങ്കിലും എടുത്ത് കാണും. അപ്പോൾ ഇത് നനച്ചൊന്ന് മാറ്റി വെക്കണം. 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ ആദ്യമേ അവൽ റോസ്റ്റ് ചെയ്തില്ലേ, എന്നിട്ട് 6 കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണം. ഇനി ഇതിലോട്ട് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. 275 ഗ്രാം ഉണ്ടായിരുന്നു. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തത്. ഇനി ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആദ്യം ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതിൽ കുറച്ചൊന്ന് വരട്ടാം. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അവൽ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഈ മധുരമൊക്കെ ഇതിലൊന്ന് പിടിക്കണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഈർപ്പമൊക്കെ ഉണ്ട്. ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഈ സമയത്ത് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ശകലമുള്ള ശർക്കരപ്പാനിയും കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ ഇളക്കണ്ട. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചേക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിൽ ശകലമൊക്കെ നെയ്യ് കാണും, അതും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം.
എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ചെയ്ത് ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്